Hello humans, welcome back to Addicted to Life. This is our second day in Ooty. രാവിലെ ഒരു 7:45 ഇപ്പോൾ. നമ്മൾ ഇന്ന് ഫസ്റ്റ് ദൊഡ്ഡബെട്ട പീക്ക് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് കാണാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നീൽഗിരി ഹിൽസിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റാണ് ദൊഡ്ഡബെട്ട പീക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററിന് മേളിൽ ഉയരമുണ്ട് അതിന്. വെയിലുണ്ടെങ്കിൽ കൂടി നല്ല തണുപ്പാണ് ഇപ്പോൾ. ഗ്ലൗസ് ഇട്ടിട്ടും നല്ല തണുപ്പാണ് കയ്യിലിട്ട് അടിച്ചു കയറുന്നത്. നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു പോകുന്നതാണ് ഊട്ടി കൊട്ടകരി റോഡ്. അതും ഊട്ടി പോലെ തന്നെ മനോഹരമായൊരു സ്ഥലമാണ്. അവിടെ കൂടി വിസിറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മൾ ജസ്റ്റ് 3 ദിവസത്തെ വിസിറ്റിന് വേണ്ടിയിട്ടാണ് വന്നത്. 3 ദിവസത്തെ വിസിറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഡേ ബാംഗ്ലൂർ ടു ഊട്ടി ട്രാവൽ, സെക്കൻഡ് ഡേ ഊട്ടി മൊത്തം ഒന്ന് പറ്റുന്ന പോലെ കാണുക, തേർഡ് ഡേ ബാക്ക് ടു ബാംഗ്ലൂർ. സോ നമുക്ക് ആക്ച്വലി ഊട്ടി കാണാനായിട്ട് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കൊട്ടകരിയും കൂടി വിസിറ്റ് ചെയ്തിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയേക്കുവാണ്, പിന്നീട് ഒരിക്കൽ വരുമ്പോഴത്തേക്കും. ദൂരെ കാണുന്ന മലനിരകളെ മാറ്റി നിർത്തിയ ഊട്ടി നമ്മുടെ നാട് പോലെയൊക്കെ തന്നെയാണ്. പണ്ട് ഇവിടെ ഇത്ര ഒന്നും ഡെവലപ്പ് ആയിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സിഗ്നൽസ് ഉണ്ട്, ആവശ്യത്തിന് പെട്രോൾ പമ്പ്സ് ഉണ്ട്, സൈൻ ബോർഡ്സ് എല്ലാം വന്നിട്ടുണ്ട്. റോഡ് ക്വാളിറ്റിയും നല്ലതാണ്. പിന്നെ ട്രാഫിക് അത്യാവശ്യമുണ്ട്. ബ്ലോക്കുകൾ ഇതുവരെ നമ്മളൊന്നും കണ്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഈ കയറി പോകുന്ന ഒരു ബ്ലോക്കിലോട്ടാണ്. ആ ബ്ലോക്ക് ഒരു 15 മിനിറ്റോളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കടന്നു പോന്നു. ഇപ്പോൾ നമ്മൾ ഈ ബസ്സിൻ്റെ പിന്നാലെ കൂടിയേക്കുവാണ്. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, 2 സൈഡിലും വാഹനങ്ങളുള്ളതുകൊണ്ട്. പിന്നെ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഇടയിലൂടെ നുഴഞ്ഞു കയറി പോകുന്നത് ഞാൻ അത്ര വിദഗ്ധനല്ലാത്തതുകൊണ്ടും റിസ്ക് എടുക്കേണ്ട എന്നുള്ളതുകൊണ്ടും തൽക്കാലം ഇതിൻ്റെ പുറകെ കൂടാം. അങ്ങനെ നമ്മൾ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു. ഓവർടേക്ക് ചെയ്ത് കയറി കാണുന്നത് ഈ ഒരു വ്യൂ ആണ്. കുട്ടിക്കാലത്ത് നമ്മൾ വരച്ചുകൊണ്ടിരുന്ന മലനിരകൾക്കിടയിൽ നിന്ന് ഉദിച്ചു വരുന്ന സൂര്യൻ ഇൻ റിയൽ ലൈഫ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയിരുന്നു. ഈ തണുപ്പത്ത് നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, എങ്കിലും നല്ല തണുപ്പ് കാറ്റാണ് അടിച്ചു കയറിക്കൊണ്ടിരുന്നത്. ആ ഒരു കാറ്റിനിടയ്ക്ക് ഈ ഒരു സൂര്യ വെളിച്ചം നല്ലതായിരുന്നു.
ഒരു പ്രത്യേക ചൂട്. ടൗണിൽ നിന്ന് നമ്മൾ കുറേ ഇങ്ങ് പോകുന്നു. അവിടെ നിന്ന് നോക്കിയപ്പോൾ നിഴല് പോലെ കണ്ടിരുന്ന മലകളൊക്കെ ഇപ്പോൾ ക്ലിയർ ആയി തുടങ്ങി. മരങ്ങളൊക്കെ തെളിഞ്ഞു കാണാം. കുറച്ചുകൂടി കാടിൻ്റെ വ്യൂ ആണ് കൂടുതൽ. അത് നമുക്ക് വരുന്നൊരു ത്രില്ലുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നത് അതിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവിൻ്റെ ത്രില്ല്. അതൊരു വല്ലാത്ത ഫീലാണ്. ആ ഒരു അഡ്രിനാലിൻ റഷിൽ നമുക്ക് ചിലപ്പോൾ ത്രോട്ടിൽ ഫുള്ള് കൊടുക്കാൻ തോന്നും, പക്ഷെ കൊടുക്കരുത്. ഇനി അങ്ങോട്ടുള്ള റോഡ് നല്ല വളവുള്ളതാണ്. നിങ്ങൾക്ക് കാണാം എൻ്റെ മാപ്പിൽ. ഇവിടെ ഈ ടീ പ്ലാന്റേഷൻ ഒരു സർപ്രൈസ് ആയിരുന്നു. നമ്മളിത് ഒരിക്കലും ഇവിടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും വണ്ടറടിച്ചു പോയി. നമുക്ക് യാത്രകൾ രണ്ട് രീതിയിൽ പോകാം. ആദ്യത്തേത് ഒരു സ്ഥലത്തെക്കുറിച്ച് പഠിച്ച് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വീഡിയോസിലും ഫോട്ടോസിലും കണ്ട് അതിനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞ് അത് നേരിട്ട് കാണാനായിട്ട് പോകാം. രണ്ടാമത്തേത് ആ സ്ഥലത്തെക്കുറിച്ചുള്ള കേട്ടറിവ് മാത്രം വെച്ച് അവിടെ എന്തൊക്കെ കാണാമെന്നുള്ളതിനെക്കുറിച്ചുള്ള കേട്ടറിവ് മാത്രം വെച്ച് ആ സ്ഥലം കാണാനായിട്ട് നമുക്ക് പുറപ്പെടാം. ഇതിൽ രണ്ടിലുമുള്ള എക്സ്പീരിയൻസ് വ്യത്യസ്തമായിരിക്കും. ആദ്യം പറഞ്ഞ പോലെ പോയാൽ കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മൾ അതുവരെ വീഡിയോസിൽ മാത്രം കണ്ട കാഴ്ചകൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തേതിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്ലോറേഷൻ മോഡായിരിക്കും. നമ്മളിതുവരെ കേട്ടറിവ് മാത്രമുള്ളൊരു സ്ഥലത്തെ ആദ്യമായി കാണാൻ പോകുന്ന ഒരു ഫീല്. അവിടെ നമുക്ക് എക്സൈറ്റ്മെൻറ്റിനൊപ്പം സർപ്രൈസ് ഉണ്ടായിരിക്കും, ഒരു സസ്പെൻസ് എലമെൻറ്റും ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഉള്ള അതാണ്. പക്ഷേ ഈ വീഡിയോ കൂടുതലും ഉപകാരപ്പെടുന്നത് ഫസ്റ്റ് കാറ്റഗറി ആൾക്കാർക്കായിരിക്കും. കാരണം ഒരു റൈഡേഴ്സ് വ്യൂ പോയിന്റ് ഉൾപ്പെടുത്താൻ പറ്റുന്ന അത്യാവശ്യം നല്ല കാഴ്ചകൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇത് കണ്ടിട്ട് പോകുന്നവർക്ക് സർപ്രൈസ് എലമെൻറ്റ് കുറച്ച് മിസ്സായേക്കാം. ഇവിടെ നിന്നാണ് ദൊഡ്ഡബെട്ട പീക്കിലേക്ക് റോഡ് തിരിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. ഈ വീഡിയോസിൽ ചില പോർഷൻസിൽ ഇതുപോലെ ഡാർക്ക്നെസ് വരുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ND32 ഫിൽറ്റർ കാരണമാണ്. അത് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ കാഴ്ചകൾ കുറേ കൂടി ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്.
ഇവിടെ ഒരു ചെറിയ എൻട്രൻസ് പോലെ ഉണ്ട് തൊട്ടപ്പെട്ട പീക്കിലേക്കുള്ള. സോ ഇവിടെ ബൈക്കിന് 30 രൂപയാണ് ചാർജ്. ഇവിടെ അത് പേ ചെയ്തിട്ട് വേണം നമുക്ക് അകത്തിട്ട് കിടക്കാനായിട്ട്. കുറച്ച് ക്യാഷ് എപ്പോഴും കൈ കരുതിക്കോളൂ, കാരണം ഇവിടെ മൊബൈലിന് റേഞ്ച് കുറവാണ്. ജിയോയ്ക്ക് റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു, എയർടെലിന് റേഞ്ച് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച് കോട ഇറങ്ങി തുടങ്ങിയതാണ്, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് കോടയല്ല, ദാണ്ട് പോകുന്ന ട്രാവലർ ചേട്ടനാണ്. അങ്ങനെ നമ്മൾ ദൊഡ്ഡബെട്ട പീക്കിന്റെ പാർക്കിങ്ങിലെത്തി. ദിസ് ഈസ് ദ പ്ലേസ്. അങ്ങനെ നമ്മൾ ദൊഡ്ഡബെട്ട പീക്കിൽ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ ചെറിയ ടീ സ്റ്റാൾസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ നമ്മൾ താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയ വഴി തന്നെയാണ് തിരികെ വരുന്നതെങ്കിലും പോയപ്പോൾ കാണാത്ത പല കാഴ്ചകളും നമുക്ക് തിരികെ വരുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. കാരണം നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടുതലും ഫോക്കസ് എന്ന് പറയുന്നത് അങ്ങോട്ട് എത്തിച്ചേരുക എന്നുള്ളതായിരിക്കും. പക്ഷെ തിരികെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. പേഴ്സ്പെക്റ്റീവ്സ് മേക്സ് ഡിഫറൻസ് ഇൻ വാട്ട് വി സീ.
അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ആവുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും എല്ലാം കമൻ്റായിട്ട് പറയുക. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ മറ്റൊരു ദിവസം വരുന്നതായിരിക്കും. Till then, signing off from Addicted to Life. Thank you.